Hi all, welcome to One's Coaching. Today we are going to discuss the subject Economics for Engineers. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ Economics for Engineers എന്ന സബ്ജക്റ്റിലെ മൊഡ്യൂൾ 1-ലെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്താണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. എന്താണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി എന്ന് പറഞ്ഞ ടേം എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്? പ്രൊഡക്ഷൻ പോസിബിലിറ്റി. സോ ഹൗ എ പ്രൊഡക്ഷൻ ഈസ് ഗോയിങ് ടു ബി ഡൺ, എങ്ങനെയാണ് ആ പ്രൊഡക്ഷൻ നടക്കുന്നത്, എങ്ങനെയാണ് ആ ഇൻപുട്ട് മാനേജ് ചെയ്ത് ഔട്ട്പുട്ടായി മാറുന്നത് എന്നുള്ളതും അതിന്റെ പോസിബിലിറ്റീസ് എങ്ങനെയാണ്, നമ്മൾ മാക്സിമം ആയിട്ടാണ് റിസോഴ്സ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യുന്നത്, ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് വരയ്ക്കുന്നത്. അപ്പം എന്താണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, എങ്ങനെയാണ് അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ വരുന്നത്, എങ്ങനെയാണ് നമ്മൾ ഇൻപുട്ട് മാറ്റി ഔട്ട്പുട്ട് ആക്കുന്നത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കപ്പോൾ ടോപ്പിക്കിലേക്ക് കടക്കാം. സോ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഓർ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫേണ്ടിയർ. അപ്പൊ നമുക്ക് PPC അല്ലെങ്കിൽ PPF എന്നുള്ള രണ്ട് ടേം വെച്ചിട്ടാണ് ഇത് ഡിനോട്ട് ചെയ്യുന്നത്. രണ്ട് സെയിം തന്നെയാണ്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രണ്ടിയർ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. So, PPC or PPF shows the various combination of two commodities that can be produced with the latest technology available and within given resources utilized fully and efficiently. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഇത് 15 മാർക്സ് എക്സേ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് PPC അല്ലെങ്കിൽ PPF എന്നതും പിന്നെ അതിന്റെ ഗ്രാഫ് എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നൊക്കെയുള്ളതാണ് എസ്സേ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത്. സോ PPC or PPF shows the various combination of two commodities. അപ്പൊ ഇതിനകത്ത് നമ്മൾ രണ്ട് കമ്മോഡിറ്റീസ് വെച്ചിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ പ്രൊഡ്യൂസ് വിത്തിൻ ലേറ്റസ്റ്റ് ടെക്നോളജി. അപ്പൊ ഈ ഓരോ ടേംസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടു കമ്മോഡിറ്റീസ് എന്നുള്ള ഇമ്പോർട്ടന്റ് ആണ്, ലേറ്റസ്റ്റ് ടെക്നോളജി അവൈലബിൾ ഇമ്പോർട്ടന്റ് ആണ്, പിന്നെ ഗിവൺ റിസോഴ്സസ് യൂട്ടിലൈസ്ഡ് ഫുള്ളി ആൻഡ് എഫിഷ്യൻ്റ്ലി. അപ്പൊ നമുക്കുള്ള റിസോഴ്സസ് ഫുള്ളി അതായത് മൊത്തത്തിലും എഫിഷ്യന്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ മൂന്ന് ടേംസ് വെച്ചിട്ട് വേണം ഇതിന്റെ ഡെഫിനിഷൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. സോ വാട്ട് ഇസ് ദ ഡെഫിനിഷൻ? PPC or PPF shows the various combination of two commodities that can be produced with the latest technology. അത് വളരെ ഹൈലൈറ്റ് ചെയ്യേണ്ട പോയിന്റ് ആണ്. ലേറ്റസ്റ്റ് ടെക്നോളജി അവൈലബിൾ ആൻഡ് വിത്തിൻ ഗിവൺ റിസോഴ്സസ് യൂട്ടിലൈസ് ഫുള്ളി ആൻഡ് എഫിഷ്യൻ്റ്ലി. അപ്പം ഫുള്ളി ആൻഡ് എഫിഷ്യൻ്റ്ലി എങ്ങനെയാണ് ഇത് യൂട്ടിലൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. സോ അപ്പൊ നമുക്ക് എന്താണ് ഇതിനകത്ത് മനസ്സിലാവുന്നത്? നമ്മൾ രണ്ട് കമ്മോഡിറ്റി അതായത് രണ്ട് ഇൻപുട്ട് ആണ് ഇതിനകത്ത് എടുക്കുന്നത്. ഈ രണ്ട് ഇൻപുട്ട് ഉപയോഗിച്ച് നമ്മൾ എങ്ങനെ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇനി ഈ ഇൻപുട്ട് എങ്ങനെയായിരിക്കണം? അത് മാക്സിമം എഫിഷ്യൻ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? യൂട്ടിലൈസ് ചെയ്യണം. ഇതിനകത്ത് ഏത് ടെക്നോളജിയാണ് ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് ആക്കി മാറ്റാൻ യൂസ് ചെയ്യേണ്ടത്? അത് ലേറ്റസ്റ്റ് ടെക്നോളജി ആയിരിക്കണം നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ആക്കാൻ യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അപ്പൊ അതാണ് ഈ ഒരു ഡെഫിനിഷനിൽ പറയുന്നത്. അപ്പം നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്ന രണ്ട് ഇൻപുട്ട് ആണ്. ആ രണ്ട് ഇൻപുട്ട് മാക്സിമം എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യണം വിത്ത് ലേറ്റസ്റ്റ് ടെക്നോളജി ടു ഗെറ്റ് ദ ഔട്ട്പുട്ട്. ഇതാണ് ഇതിന്റെ ഡെഫിനിഷൻ. ഇനി ദ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് PPC also known as production possibility frontier is a graphical representation. കാരണം ഇതൊരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. നമുക്ക് ആ കർവ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ എന്താ, ഇതൊരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഓഫ് ഓൾ പോസിബിൾ കോമ്പിനേഷൻ ഓഫ് ടു കമ്മോഡിറ്റി ദാറ്റ് an economy can produce with its available resources and technology assuming full and efficient utilization. അതായത് നമ്മൾ ഫുള്ളി ആൻഡ് എഫിഷ്യന്റ് ആയിട്ടാണ് അത് യൂട്ടിലൈസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവൈലബിൾ റിസോഴ്സസ് എല്ലാം നമ്മൾ ഫുള്ളായിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ, അതിന്റെ ടെക്നോളജി ഏതാണ് യൂസ് ചെയ്യുന്നത്, ഈ രണ്ട് ഗുഡ്സിന്റെയും എങ്ങനെയാണ് അതിന്റെ പോസിബിൾ കോമ്പിനേഷൻസ് എടുക്കുന്നത് എന്നൊക്കെ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ ഇറ്റ് ഇലിസ്ട്രേറ്റ്സ് കൺസെപ്റ്റ് ലൈക്ക് സ്കെയർസിറ്റി, ട്രേഡ് ഓഫ്, ഓപ്പർച്യൂണിറ്റി, കോസ്റ്റ് ആൻഡ് എഫിഷ്യൻസി. അപ്പൊ ഇതിനകത്ത് വരുന്നത് നമ്മുടെ സ്കെയർസിറ്റിയാണ്. എന്താണ് സ്കെയർസിറ്റി? ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മുടെ റിസോഴ്സ് ഒക്കെ സ്കെയേഴ്സ് ആണ്. സോ വി ഹാവ് ടു മേക്ക് ഡിസിഷൻസ് ഓഫ് ഹൗ വി ആർ യൂസിങ് ദീസ് റിസോഴ്സസ്. അപ്പൊ നമ്മൾ സ്കെയർസിറ്റിയും അതിന്റെ കോസ്റ്റ് എങ്ങനെയാണ് കുറയുന്നത്, അതുപോലെ തന്നെ അത് എഫിഷ്യന്റ് ആണോ എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു കർവിനകത്ത് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും? ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും എന്നാണ് ഇതിനകത്ത് പറയുന്നത്. PPC ഈസ് എ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. PPC എങ്ങനെയാണ്? ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് ആണ്. ആൻഡ് കോൺകേവ് ഇൻ ഷേപ്പ് shows resources are transferred from one use to other
ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് ട്രാൻസ്ഫോർമേഷൻ കർവ്. അപ്പൊ നമ്മൾ ഇതിന്റെ 3 പേരുകളാണ് പഠിച്ചത്. ഒന്ന് എന്താണ്? പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, ഒന്ന് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രണ്ടിയർ, പിന്നെ അടുത്ത ഏതാണ്? ട്രാൻസ്ഫോർമേഷൻ കർവ്. എന്തുകൊണ്ടാണ് ട്രാൻസ്ഫോർമേഷൻ കർവ് എന്ന് പറയുന്നത്? നമുക്ക് ഈ ഒരു ഔട്ട്പുട്ട് നമുക്ക് ഒരു കാര്യത്തിനല്ലാതെ വേറൊരു കാര്യത്തിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ട്രാൻസ്ഫോർമേഷൻ കർവ് എന്ന് പറയുന്നത്. സോ അതിന്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും? ഈ PPCയുടെ ഒരു ഡൗൺവേർഡ് ആയിട്ടുള്ള ഒരു സ്ലോപ്പിംഗ് കർവ് ആയിരിക്കും ഇതിനകത്ത് വരുന്നത്. എങ്ങനെയായിരിക്കും? ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് ആയിരിക്കും വരുന്നത്. ഇതിന്റെ എക്സ് ആക്സിസിൽ നമ്മൾ എ എന്ന് പറഞ്ഞ ഇൻപുട്ടും വൈ ആക്സിസിൽ ബി എന്ന് പറഞ്ഞ ഇൻപുട്ടും ആയിരിക്കും ഇതിനകത്ത് വരുന്നത്. ഇതാണ് വൈ ആക്സിസ്, ഇതാണ് എക്സ് ആക്സിസ്. ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രണ്ടിയർ എന്ന് പറയുന്നത് 3 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ടും 8 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ടും നമുക്ക് ചോദിക്കാം. അപ്പം 3 മാർക്സ് ക്വസ്റ്റ്യൻ ആകുമ്പം ഈ ജസ്റ്റ് ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ വരയ്ക്കുക, അതിന്റെ ഡെഫിനേഷൻ എഴുതുക, പിന്നെ അതിന്റെ ടേംസ് ഡിനോട്ട് ചെയ്യാം. ഇനി നമ്മുടെ 8 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരുന്നതെങ്കിലോ നമ്മൾ ഗ്രാഫ് വരയ്ക്കുക, ഡെഫിനേഷൻ എഴുതുക, അതിന്റെ ഓരോ ടേംസും ചെയ്യുക, പിന്നെ അതിന്റെ ഗുഡ്സ് ഏതാണ്, ഗുഡ്സ് ബി ഏതാണ്, അതായത് ഏതൊക്കെയാണ് ഇൻപുട്ട് എടുക്കുന്നത്, അതിന്റെ പോസിബിലിറ്റീസ് ഒരു ടേബിളിൽ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ വേണം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. സോ ഇറ്റ് ഈസ് നോൺ ആസ് പ്രൊഡക്ഷൻ ബൗണ്ടറി ഓർ പ്രൊഡക്ഷൻ ഫ്രണ്ടിയർ. അപ്പൊ ഇതിന് നമ്മൾ പ്രൊഡക്ഷൻ ബൗണ്ടറി എന്നാണ് പറയുന്നത്. ഈ കർവിന്റെ ആ ലൈനെ പ്രൊഡക്ഷൻ ബൗണ്ടറി എന്നാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഈ ഒരു എക്സാമ്പിളിനകത്ത് നമ്മൾ 2 ഗുഡ്സ് ആണ് എടുത്തേക്കുന്നത്. ഫസ്റ്റ് വൺ വൈ ആക്സിസിൽ ക്യാപിറ്റൽ ഗുഡ്സും എക്സ് ആക്സിസിൽ എന്ത് ഗുഡ്സ് ആണ് എടുത്തേക്കുന്നത്? അഗ്രികൾച്ചർ ഗുഡ്സും ആണ് എടുത്തേക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണ് ഗുഡ്സ് എടുത്തേക്കുന്നത്? വൈ ആക്സിസിൽ ക്യാപിറ്റൽ ഗുഡ്സും എക്സ് ആക്സിസിൽ അഗ്രികൾച്ചർ ഗുഡ്സും ആണ് എടുത്തേക്കുന്നത്. ഇനി ഇതാണ് നമ്മുടെ ഷേപ്പ് ഓഫ് PPC. ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവാണ് ഈ ഷേപ്പ് ഓഫ് PPCക്കകത്ത് വരുന്നത്. ഇനി അതാണ് നമ്മളിവിടെ ആദ്യം നമ്മൾ പറഞ്ഞു, ഷേപ്പ് ഓഫ് PPC എങ്ങനെയായിരിക്കും? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് ആയിരിക്കും. ഇനി ഇതിന്റെ എങ്ങനെയാണ്? ഈ കർവിലൂടെയാണ് നമ്മുടെ ഇത് യൂസ് ചെയ്യുന്നതെങ്കിൽ, അതായത് ഈ ലൈനിലൂടെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മൾ ഈ റിസോഴ്സസ് ഒക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അതായത് ഈ കർവിലൂടെയാണ് നമ്മൾ പോകുന്നത്, അല്ലെങ്കിൽ ഈ കർവിന്റെ പൊസിഷനിലാണ് നമ്മുടെ നിൽക്കുന്നതെങ്കിൽ നമ്മൾ ആ റിസോഴ്സസ് മാക്സിമം എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഈ കർവിന്റെ അകത്താണെങ്കിലോ, അതായത് ഈ ഒരു പോർഷനിലോ ഈ ഒരു പോർഷനിലോ ഈ ഒരു പോർഷനിലോ ഇവിടെയൊക്കെ ആണെങ്കിൽ എന്താണ്? നമ്മള് ഇത്രയാണ് നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ആ റിസോഴ്സസ്. പക്ഷേ നമ്മൾ ഇതിന്റെ അകത്താണ് നിൽക്കുന്നെങ്കിൽ നമ്മൾ അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ്. അതായത് നമ്മൾ ഈ റിസോഴ്സസ് അത്രമാത്രം യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അർത്ഥം. മനസ്സിലായോ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ കയ്യിൽ ഒരു ബക്കറ്റ് ഉണ്ട്. ആ ബക്കറ്റ് നമുക്ക് മാക്സിമം എത്രമാത്രം രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അതിനെ നമുക്ക് മോൾഡ് ചെയ്ത് വേറൊരു രീതിയിലോട്ട് മാറ്റാം. ആ പ്ലാസ്റ്റിക് ബക്കറ്റ് ആണെങ്കിൽ പ്ലാസ്റ്റിക് ഉരുക്കി നമുക്ക് വേറെ എന്തെങ്കിലും രീതിയിലാക്കാം. അപ്പൊ എത്രമാത്രം നമ്മൾ മാക്സിമം യൂസ് ചെയ്യുന്നു, ആ ഒരു ചെറിയ റിസോഴ്സ് നമ്മൾ എത്രമാത്രം മാക്സിമം യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ കർവിൽ ഡിനോട്ട് ചെയ്യുന്നത്. ഈ കർവിന്റെ താഴെയാണെങ്കിൽ നമ്മൾ ഈ റിസോഴ്സസ് അത്രയും മാത്രം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നില്ല. അതാണ് അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഇനി ഈ കർവിന്റെ പുറത്താണെങ്കിലോ, ഈ ഒരു കർവിന്റെ പുറത്ത് നമുക്ക് അതനുസരിച്ച് അതിൽ കൂടുതൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, ഇനി ഈ ഒരു കർവിന്റെ പുറത്തേക്ക് ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇങ്ങനെ വേണമെങ്കിൽ വരാൻ സാധ്യതയുണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ അവിടുത്തെ നമുക്ക് പുതിയ ടെക്നോളജി ഒക്കെ യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിന്റെ പുറത്തേക്ക് വരാനുള്ള സാധ്യതകൾ. അതിന്റെ നമ്മൾക്ക് പഠിക്കാനുണ്ട്. അപ്പൊ നോക്കാം. നോട്ട് അറ്റൈനബിൾ വിത്ത് അവൈലബിൾ റിസോഴ്സ് ഓർ ടെക്നോളജി. അതായത് ഇപ്പൊ ഇവിടെയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രൊഡക്ഷൻ നോട്ട് അറ്റൈനബിൾ ആണ്. അതായത് ഈ അവൈലബിൾ റിസോഴ്സ് വെച്ച് ഈ കറക്റ്റ് ആയിട്ടുള്ള ടെക്നോളജി വെച്ച് നമുക്കിത് അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. നമുക്ക് മാക്സിമം എത്ര അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അതാണ് ഈ ലൈനിൽ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ ലൈനിൽ താഴെയാണെങ്കിൽ അണ്ടർ യൂട്ടിലൈസേഷൻ ആണ്, ഈ ലൈനിന്റെ അപ്പുറത്താണെങ്കിൽ നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഇപ്പൊ യൂസ് ചെയ്യുന്ന ടെക്നോളജി വെച്ച് അങ്ങനെ ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കില്ല. ഇനി സാധിക്കുന്ന ഒരു കേസാണ് നമ്മൾ അടുത്ത ഒരു പോർഷനായിട്ട് പഠിക്കുന്നത്. സോ അപ്പൊ എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് ഓർക്കേണ്ടത്? എക്സ് ആക്സിസിലും വൈ ആക്സിസിലും നമ്മൾ മെയിൻ ആയിട്ട് 2 കമ്മോഡിറ്റി അല്ലെങ്കിൽ 2 ഇൻപുട്ട് ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഒന്ന് അഗ്രികൾച്ചർ ഗുഡ്സ്, ഒന്ന് ക്യാപിറ്റൽ ഗുഡ്സ്. അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇനി ഇതിന്റെ അസംഷൻസ് എന്താണ്? നമ്മൾ 2 കമ്മോഡിറ്റീസ് ആണ് യൂസ് ചെയ്യുന്നത്.
ലേറ്റസ്റ്റ് ടെക്നോളജി വേണം യൂസ് ചെയ്യാൻ. അതായത് പുതിയ എന്ത് പ്രൊഡക്ഷൻ നടത്തിയാലും നമ്മൾ ലേറ്റസ്റ്റ് ടെക്നോളജി വേണം യൂസ് ചെയ്യാൻ. എന്നാൽ മാത്രമേ, അല്ലാതെ നമ്മൾ ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ് 10 കൊല്ലം മുമ്പുള്ള ടെക്നോളജി യൂസ് ചെയ്താൽ നമുക്ക് മാക്സിമം ഔട്ട്പുട്ട് കിട്ടുമോ? ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ടും പുതിയ ടെക്നോളജി യൂസ് ചെയ്യണം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ എന്താണ്? ഫുള്ളർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ്. അതായത് ആ റിസോഴ്സസ് ഫുള്ളി, അതായത് മൊത്തം നമ്മൾ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നോക്കിക്കേ, ഇതാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റീസ്. നമുക്കിവിടെ എത്ര ഗുഡ്സ് ഉണ്ട്? ഗുഡ് എക്സും ഗുഡ് വൈയും. ഇതാണ് ഇനി ഇൻപുട്ട്. നമ്മൾ 2 ഇൻപുട്ടാണ് എടുക്കുന്നതെന്ന് പറഞ്ഞല്ലോ. നമുക്ക് എത്ര ഔട്ട്പുട്ട് കിട്ടണം? ഇത് എ എന്ന് പറഞ്ഞാൽ ഒരു ഔട്ട്പുട്ട്, ബി ഒരു ഔട്ട്പുട്ട്, സി ഡി ഇ, ഇത്രയും ഔട്ട്പുട്ട്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ഈ എ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഗുഡ് എക്സ്, അതായത് എക്സ് എന്ന് പറഞ്ഞ ഇൻപുട്ട് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, വൈ എന്ന് പറഞ്ഞ ഇൻപുട്ട് 15 എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അസംഷൻ എന്താന്ന് വെച്ചാൽ ഈ എക്സും വൈയും കൂടെ കൂട്ടി നമുക്ക് 15 യൂണിറ്റ് ആണ് മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഈ ഔട്ട്പുട്ട് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് എത്ര യൂണിറ്റ്സ് വേണം? മാക്സിമം 15 യൂണിറ്റ്സ് വേണം. അപ്പൊ ഇവിടെ വൈ മാക്സിമം 15 യൂണിറ്റ് എടുത്തിട്ടുണ്ട്. അപ്പൊ എക്സ് പിന്നെ എടുക്കാനില്ല, കാരണം വൈയുടെ നമുക്ക് ടോട്ടൽ കൗണ്ട് എടുത്തിട്ടുണ്ട്. സോ നമുക്ക് എ എന്ന് പറഞ്ഞ ഒരു ഔട്ട്പുട്ട് കിട്ടി. ഇനി ബി എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എക്സ് നമ്മൾ 1 യൂണിറ്റ് എടുത്തു, വൈ നമ്മൾ 14 യൂണിറ്റ് എടുത്തു. സോ 14 + 1 എത്രയാണ്? 15. സോ നമുക്ക് 15 യൂണിറ്റ്സ് കറക്റ്റ് ആയി. ഇനി അടുത്തത് സി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ് 2 എടുത്തു, വൈ 13 എടുത്തു. അപ്പൊ 13 + 2 എത്രയാണ്? 15. അപ്പൊ ടോട്ടൽ നമ്മൾ മാക്സിമം റിസോഴ്സസ് 15 ആണ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെയൊക്കെ നമ്മൾ 15 വെച്ച് എടുത്തിട്ടുണ്ട്. അപ്പൊ എക്സിന്റെയും വൈയുടെയും വേരിയേഷൻ, അതായത് അതിന്റെ എമൗണ്ട് വ്യത്യാസപ്പെടുത്തി നമ്മൾ മാക്സിമം 15 യൂണിറ്റ്സ് ഇവിടെ എല്ലായിടത്തും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇവിടെ നമ്മളൊരു നല്ല പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിലൂടെയാണ് നമ്മൾ പോകുന്നതെന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ് നോക്കിക്കേ, ഷിഫ്റ്റിംഗ് ഓഫ് PPC ടു റൈറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഇതാണ് നമ്മളുടെ ഈ ലൈനാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. നമുക്കത് എന്ത് ചെയ്യാം? ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത്? ഇതാണ് നമ്മുടെ മാക്സിമം യൂട്ടിലൈസേഷൻ. ഈ കർവ് നമുക്ക് കുറച്ചുകൂടെ റൈറ്റ് വേർഡ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണ് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കുക? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ 2 പോയിന്റ്സ്. എങ്ങനെയാണ് നമ്മൾ റൈറ്റ് വേർഡ് ഷിഫ്റ്റ് എന്തുകൊണ്ടാണ് വന്നതെന്നാണ് ഇത് പറഞ്ഞേക്കുന്നത്. ഗ്രോത്ത് ഓഫ് റിസോഴ്സ് ആൻഡ് ഇംപ്രൂവ്മെന്റ് ഓഫ് ടെക്നോളജി. അതായത് റിസോഴ്സസിന്റെ ഗ്രോത്ത്. നമ്മൾ പറഞ്ഞല്ലോ, ആദ്യം ഒരു 15 യൂണിറ്റ് റിസോഴ്സേ ഉള്ളായിരുന്നെങ്കിൽ അത് 20 യൂണിറ്റ് റിസോഴ്സ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ 20 യൂണിറ്റ് ആണെങ്കിൽ നമുക്ക് അതനുസരിച്ച് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് മാക്സിമം എഫിഷ്യൻസിയും കൂട്ടാൻ പറ്റും. ഇനി നമുക്ക് ഇംപ്രൂവ്മെന്റ് ഇൻ ടെക്നോളജി എന്ത് ചെയ്യാൻ പറ്റും? ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. സോ പുതിയ ടെക്നോളജി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതനുസരിച്ച് പ്രൊഡക്ഷൻ യൂണിറ്റ് കൂട്ടാൻ പറ്റും. സോ അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ഈ 2 റീസൺ വരുമ്പോഴാണ്, ഗ്രോത്ത് ഓഫ് റിസോഴ്സും ഇംപ്രൂവ്മെന്റ് ഇൻ ടെക്നോളജിയും വരുമ്പോഴാണ് നമുക്കിത് കൂട്ടാനായിട്ട് സാധിക്കുന്നത്. സോ ഓൾഡ് PPC എന്ന് പറഞ്ഞ ഈ ആദ്യത്തെ കർവാണ്. ന്യൂ PPC എന്ന് പറഞ്ഞാൽ ഈ റൈറ്റ് വേർഡ് ഷിഫ്റ്റ് കൊടുക്കുന്ന ഈ പുതിയ കർവാണ്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യന് ചോദിക്കുമ്പോൾ ആദ്യം ഓൾഡ് PPCയും വരയ്ക്കണം, പിന്നെ പുതിയൊരു ഫിഗറിൽ ഓൾഡ് PPCയും ന്യൂ PPCയും കാണിക്കുന്ന രീതിയിലും വരയ്ക്കണം. അപ്പോഴാണ് നമുക്ക് കൂടുതൽ മാർക്സ് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ ഇതിന്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? ഇലിസ്ട്രേറ്റിംഗ് സ്കെയേഴ്സിറ്റി ആൻഡ് ചോയ്സ്. നമുക്ക് എന്ത് ചെയ്യാം? ഈ സ്കെയേഴ്സിറ്റിയും ചോയ്സ് നമുക്ക് ഇലിസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും. എന്തോരം ചോയ്സ് ഉണ്ട്, എന്തോരം നമുക്ക് സ്കെയേഴ്സ് ആണ് റിസോഴ്സ് എന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഇലിസ്ട്രേറ്റിംഗ് സ്കെയേഴ്സിറ്റി ആൻഡ് ചോയ്സ്. സെക്കൻഡ് വൺ എന്താണ്? അനലൈസിങ് എക്കണോമിക് ഗ്രോത്ത്. അതായത് ഈ ഷിഫ്റ്റ് നമുക്ക് വെച്ച് ഇത് ആദ്യം ഇങ്ങനെയായിരുന്നു, പിന്നെ ഈ ഷിഫ്റ്റ് ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് ഇത് എക്കണോമിക് ഗ്രോ ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ എക്കണോമിക് ഗ്രോത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഗ്രോത്ത് ഇല്ലെങ്കിലോ? ഇതായിരുന്നു നമ്മുടെ ആക്ച്വൽ, ഇങ്ങനെയാണ് കർവ് വരുന്നതെങ്കിൽ നമുക്ക് ഗ്രോത്ത് ഇല്ല എന്ന് മനസ്സിലാക്കാം. റൈറ്റ് വേർഡ് ആണ് ഷിഫ്റ്റ് വരുന്നതെങ്കിൽ നമുക്ക് ഗ്രോത്ത് ഉണ്ടെന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ് വൺ, അണ്ടർസ്റ്റാൻഡിങ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. എന്തുമാത്രം നമുക്ക് ഈ കോസ്റ്റ് കൂടുന്നു എന്ന് വേണമെങ്കിൽ ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്തുമാത്രം നമുക്ക് കൂടുന്നു എന്ന് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്തത് ഇവാലുവേറ്റിംഗ് എഫിഷ്യൻസി. അത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ കർവ് ഇങ്ങനെ ഇരുന്നത് റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ എഫിഷ്യന്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. ലെഫ്റ്റ് വേർഡ് ആണ് ഷിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അത്രമാത്രം എഫിഷ്യന്റ് ആയിട്ടല്ല യൂസ് ചെയ്യുന്നതെന്നും മനസ്സിലാക്കാം. വിത്ത് ദിസ് വി ആർ കൺക്ലൂഡിംഗ് ദിസ് സെഷൻ. അപ്പോൾ ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്താണെന്നാണ് ഡിസ്കസ് ചെയ്തത്. സോ വിത്ത് ദിസ് വി ആർ കൺക്ലൂഡിംഗ് ദിസ് സെഷൻ. താങ്ക് യു.